ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ചർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കും ആ ചർച്ചയിലേക്ക് കടക്കാം. നമുക്കും ആവുന്ന വിധം നമ്മുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ചർച്ചയിലേക്ക് എൻ്റെ അഭിപ്രായങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം, പക്ഷേ പോസിറ്റീവായിട്ട് എടുക്കുക. യുവജനങ്ങൾക്ക് മാത്രമേ, രാഷ്ട്രീയം കളിച്ച് സിന്ദാബാദ് വിളിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ഇതിൽ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ളൂ എന്ന് ദയവായി ധരിക്കരുത്. നമ്മളും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രായമായതുകൊണ്ട് ഞങ്ങളാരും അഭിപ്രായമില്ലാത്തവരല്ല. ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിതാനുഭവമുണ്ട്, ചരിത്രബോധമുണ്ട്, വായിച്ച് പഠിച്ച അറിവുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങളും ചെറുപ്പക്കാരെ പോലെ തന്നെ എല്ലാത്തിലും അവെയറാണെന്ന് ദയവായിട്ട് മനസ്സിലാക്കി അങ്ങനെ വേണം എൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തെ നിങ്ങൾ വിലയിരുത്താൻ. അപ്പം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമുക്കിന്ന് നമ്മുടെ പത്തനംതിട്ടയും ആലപ്പുഴയും കഴിഞ്ഞ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അനിൽ ആൻ്റണി, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ രാജീവ് ചന്ദ്രശേഖർ, 3 പ്രധാന വ്യക്തികൾ, 3 പ്രധാന കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി 3 പേരും അപ്രധാനരാണെന്ന് അല്ല, പക്ഷേ അവരെപ്പറ്റി പറയേണ്ടത് എൻ്റെ ചുമതലയല്ല. അതുകൂടാതെ നമ്മുടെ നാടിന് വികസനത്തിന്, നമ്മുടെ കാലത്തിനനുസരിച്ച്, നമ്മുടെ തൽക്കാല സ്ഥിതിക്കനുസരിച്ച് അവരുടെ വ്യക്തിപരമായ കഴിവുകളല്ല നമുക്ക് പ്രധാനം. അവരുടെ കഴിവുകൾ എത്രമാത്രം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ നിയോജക മണ്ഡലത്തിന് അവർ പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ഇനിയും പ്രയോജനപ്പെടുത്തും. ഇതാണ് നമ്മുടെ വിഷയം. അല്ലാതെ മത്സരിക്കുന്ന കാൻഡിഡേറ്റുകൾ നമുക്ക് താല്പര്യമുള്ളവർ മാത്രം, നമുക്ക് താല്പര്യമുള്ള പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് മാത്രം നല്ലവരെന്നും ബാക്കി ആരും മോശക്കാരാണെന്നും ഒന്നും പറയാൻ ഞാൻ ആളല്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്, പ്ലസ്സും മൈനസും ഉണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ നിയോജക മണ്ഡലത്തിന് അവർ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് അവർ നീതി പുലർത്തിയോ, നമ്മുടെ പ്രദേശത്തിന് പുരോഗതി ഉണ്ടായോ, അപ്പോൾ നമുക്ക് ഇനിയും പുരോഗതി വേണ്ടേ, അതിന് നമ്മൾ ആരെ വിജയിപ്പിച്ച് വിട്ടാലും നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ ചിന്താ വിഷയം. അപ്പം നമുക്കിന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, അതുപോലെ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രിയോട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ലെങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ്. വളരെയധികം, ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട, ഇത്രയധികം മോശം വാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, എല്ലാ സ്ഥലങ്ങളിലും ഒരു സമയത്ത് അവഗണിക്കപ്പെട്ട, ഇന്ന് എല്ലായിടത്തും എല്ലാ ആരവത്തോടെയും സ്വീകരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മോശമായ രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതെന്താണ് അങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെപ്പോഴും ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പം അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മൾ കാണുകയാണ് പ്രധാനം. തിന്മകൾ നമുക്ക് പറയാനൊന്നും അദ്ദേഹത്തിൽ നിന്ന് കാണാനില്ല. പിന്നെ കണ്ടുപിടിച്ച് നമ്മൾ ഉണ്ടാക്കി ഒരു മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം, രാഷ്ട്രീയ തന്ത്രം മാത്രമേ ഉള്ളത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ ദൂഷ്യഫലങ്ങളോ നെഗറ്റീവ്സ് കൊണ്ടോ ഒന്നും അല്ല അത് പറയുന്നതെന്ന് ഇന്ന് കേരളത്തിലും നല്ല ഒട്ടുമുക്കാൽ ആളുകൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും വേണ്ടി, മനുഷ്യ സ്നേഹത്തിനും മനുഷ്യരെ സഹായിക്കുന്നതിനും വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അത് തുടരാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, നാടിന് നന്മ കൊണ്ടുവരാൻ കഴിയുന്ന, സ്വന്തം ജീവിതം കൊണ്ട് തന്നെ മനുഷ്യസ്നേഹിയാണെന്ന് തെളിയിച്ച, വാക്കിലൂടെയല്ല പ്രവർത്തനത്തിലൂടെ കാണിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തൃശ്ശൂരുകാരും അങ്ങനെ ഇപ്രാവശ്യം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ല, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ ഏതൊരു വ്യക്തിക്കും നമ്മൾ പറയുമ്പം അവരുടെ കഴിവെന്താണ്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അത് ആദ്യമേ
പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പറ്റിയും പറയാം. അദ്ദേഹം 1958 ജനിച്ച വ്യക്തിയാണ്, കൊല്ലംകാരനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. അദ്ദേഹം BSc സുവോളജി ഡിഗ്രിയും കഴിഞ്ഞിട്ട് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നല്ല മണിമണിയായിട്ട് പാർലമെൻറ്റിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പല വിഷയങ്ങളും വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ടും നല്ല വാക്കുകളിലൂടെ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുക. ആ ഒരു പ്രസംഗം മാത്രമേ ഇംഗ്ലീഷിൽ ഞാൻ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളൂ. എന്നാൽ അനേകം പേര് പാർലമെൻറ്റിൽ പോയിട്ട് കേരളത്തെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇപ്പോഴും ട്രോളുകളായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതേപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് സുരേഷ് ഗോപി സാറിലേക്ക് വരാം. അപ്പോൾ 2024 നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത് 2ാം വട്ടമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിനെ തോൽപ്പിച്ചിട്ട് വിജയിച്ചു പോയ ആൾ തൃശ്ശൂരുകാർക്ക് വേണ്ടി, തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് തൃശ്ശൂരുകാർ ആലോചിക്കുക. അതാണ് ഇദ്ദേഹത്തെ ജയിപ്പിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു മാനദണ്ഡം. എല്ലാ നിയോജക മണ്ഡലങ്ങളും അത് തന്നെയാണ്. അപ്പം ഞാൻ ചില കാൻഡിഡേറ്റ്സിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കമൻസൊക്കെ വന്നു. അവർക്ക് കഴിവില്ല. അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ നമ്മളെങ്ങനെ അറിയുന്നേ? അവർക്ക് ഏതായാലും അവർക്ക് ഒരു ബേസുണ്ട്, അവർക്കൊരു സ്റ്റാൻഡേർഡുണ്ട്, അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അവരെ മോശമായിട്ട് എങ്ങും നമ്മൾ അറിയപ്പെട്ടില്ല, അഴിമതിയിലോ മറ്റ് കേസുകളിലോ ഒന്നും കുടുങ്ങിയിട്ടില്ല. അത്തരം ഒരാൾ ഇപ്പോഴാണ് അവർക്ക് ഇങ്ങോട്ട് ഒരു എക്സ്പോഷർ കിട്ടിയത്. അപ്പോൾ ആ എക്സ്പോഷർ കിട്ടുമ്പം നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കഴിഞ്ഞ് മാത്രമേ അവരുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താനാവത്തുള്ളൂ. പുതിയൊരാളിനെ നമുക്ക് അത് കണക്കാ ഏറ്റവും മോശം കാൻഡിഡേറ്റ് എന്ന് അങ്ങ് വെറുതെ അങ്ങ് പറയുക. എന്നിട്ട് സ്ഥിരമായിട്ട് ജയിപ്പിച്ച് വിടുന്നവരെ ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളവരെ ജയിപ്പിക്കുന്നത്? അല്ല, പാർട്ടിക്ക് വേണ്ടി ജയിപ്പിക്കുക. ഓരോ വ്യക്തിയും ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്? പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. പാർട്ടിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും തിരഞ്ഞെടുക്കുക. നമ്മൾ പാർട്ടിക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുമല്ല തിരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് വേണ്ടിയാണ്. ഞാനെന്ന വ്യക്തിക്കല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളവരെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു. സുരേഷ് ഗോപിയെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ മുൻപ് തൊട്ടേ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാകുന്നതിന് മുന്നേ തന്നെ കേട്ടു തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. അതിൽ ചിലത് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 2006 തോന്നുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായത് 2016 മാത്രമാണ് BJP അംഗത്വം എടുത്ത് BJPക്കാരനായത്. എന്നാൽ അദ്ദേഹം 2017 അത് അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ നമുക്കറിയാവുന്ന കാര്യമാണ്, ആർട്ടിക്കിൾ 80 പ്രകാരം എമിനൻ്റ് ആയിട്ടുള്ള കഴിവുറ്റ നല്ല വ്യക്തിത്വങ്ങളെ അത് എല്ലാ രംഗത്തുനിന്നും കലാരംഗത്തുനിന്നും പ്രസിഡൻറ്റിന് നോമിനേറ്റ് ചെയ്യാൻ രാജ്യസഭയിലേക്ക്. അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടാണ് സുരേഷ് ഗോപി രാജ്യസഭയിലെത്തിയത്. നമ്മൾ കേരളക്കാർ കഴിവുള്ളവരെ രാഷ്ട്രീയ അന്ധത മൂലം ജയിപ്പിക്കാൻ മടിക്കുമ്പം അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വന്നാൽ പിന്നെ ആ ഭരിക്കുന്ന പാർട്ടിക്കും സർക്കാരിനും അതുപോലെ നമ്മുടെ നാടിനും പ്രയോജനം വരും എന്ന് കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ്. അങ്ങനെയാണല്ലോ. പിന്നെ ചിലരൊക്കെ കലാരംഗത്തു നിന്നൊക്കെ പോയിട്ട് അവിടെ വെറുതെ ഇരുന്ന് ഉറങ്ങിയിട്ടും പോകാതിരുന്നും ഹാജരില്ലാതെയും ഒക്കെ പോകുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ 2016 അദ്ദേഹം രാജ്യസഭാംഗമായി. അങ്ങനെ അദ്ദേഹം BJPയിലും ചേർന്നു. എന്നാൽ 2006 VS അച്യുതാനന്ദന് വേണ്ടി അദ്ദേഹം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. അതുപോലെ തന്നെ MP ഗംഗാധരൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, UDFകാരൻ. പൊന്നാനിയിൽ അദ്ദേഹത്തിന് വേണ്ടി, ഈ 2 വ്യക്തികൾക്ക് വേണ്ടി 2 പാർട്ടിയിൽപ്പെട്ടവർ. നമ്മൾ സുരേഷ് ഗോപിയെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണം. അദ്ദേഹം യാതൊരു പക്ഷാഭേദവും ഇല്ലാതെ, പാർട്ടി ഭേദവും ഇല്ലാതെ ഈ പൊന്നാനിയിലും
മലമ്പുഴയിലും 2 വ്യത്യസ്തമായ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ അവരുടെ വ്യക്തിപരമായ വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കണമല്ലോ. എല്ലാ പാർട്ടിയിലും കഴിവും വ്യക്തിപ്രഭാവവും ഉള്ളവരുണ്ട്. അവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചാരണത്തിനിറങ്ങി. അതെനിക്കൊരു വലിയ പുതിയ ഒരു അറിവായിരുന്നു. കാരണം അദ്ദേഹത്തെ ഇത്രമാത്രം ഇടിച്ചു താഴ്ത്തുമ്പം അദ്ദേഹം ഇത്രമാത്രം ഉയർന്ന ചിന്താഗതിയുള്ള ഒരാളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. വി.എസ്. അച്യുതാനന്ദന് വേണ്ടി എം.പി. ഗോവിന്ദന് വേണ്ടി 2 വ്യത്യസ്തമായ പാർട്ടികളിൽപ്പെട്ടവർ. പിന്നെ ഇദ്ദേഹം പഠിക്കുന്ന കാലത്ത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. SFIയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. SFI ഒക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തും ശക്തമായ നല്ല യുവജന പ്രതിബദ്ധതയുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല ഒരു രാഷ്ട്രീയ യുവജന സംഘടന തന്നെയായിരുന്നു. അത് പാർട്ടിക്ക് മൂല്യച്യുതി വന്നതോടെ അതിൻ്റെ യുവജന സംഘടനയ്ക്ക് മൂല്യച്യുതി വന്നു. അതിൻ്റെ പ്രശ്നങ്ങളും ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞാനിവിടെ വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു SYക്കാരനുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പിന്നെ കോൺഗ്രസ് അനുഭാവിയായി. പിന്നീട് അദ്ദേഹം ഇതൊന്നുമല്ല, അദ്ദേഹം ഒരു നല്ല നടനാണ്. നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. ഒരുപാട് കളിയാട്ടം പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൂടുതലും ചെയ്ത പോലീസ് വേഷങ്ങൾ അദ്ദേഹം എപ്പോഴും അഴിമതിക്കെതിരെ, അതുപോലെ ഒരു പോസ്റ്റ് തന്നെ അദ്ദേഹത്തിന് വീണ്ടും അഴിമതിക്കെതിരെ വാളെടുക്കാനുള്ളത് കിട്ടണം. അത് MP ആയിട്ട് പോയാലേ ഉള്ളൂ അഴിമതി ഇല്ലാതാക്കുന്നതിന്. അത്തരം ഒരു റോളാണല്ലോ അദ്ദേഹം കൂടുതലും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു സത്യം. പിന്നെ അദ്ദേഹം നമ്മൾ പല വ്യക്തികളെയും പോലെ ഇരന്ന് വാങ്ങി ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും ചെയ്യുന്നത്, സെലിബ്രിറ്റികൾ പോലും അവരുടെ പേര് പറയുമ്പോൾ എല്ലാവരും കൊടുക്കും. അവരുടെ പോക്കറ്റിൽ നിന്ന് 5 പൈസയും പോകത്തില്ല. ഇരന്ന് വാങ്ങിയിട്ട് ചാരിറ്റി ചെയ്യുക. അപ്പോൾ അവർ വലിയ ഫേമസ് ആവുകയും ചെയ്യും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഇരന്ന് വാങ്ങി ഒരു പൈസ ആർക്കും കൊടുത്തിട്ടില്ല. അദ്ദേഹം അധ്വാനിച്ച്, അദ്ദേഹം അഭിനയിച്ചും, അദ്ദേഹം MP ആയിട്ടിരിക്കുമ്പോഴും കിട്ടിയ ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗവും അദ്ദേഹം സാമൂഹ്യ സേവനത്തിനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജയറാം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, സുരേഷ് ഗോപി പ്രതിപക്ഷങ്ങളും എതിർ പാർട്ടികളും പറയുന്ന ഒരു വ്യക്തിയല്ല. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണെന്നുള്ളത്. ഇത്തരം ഒരു സെലിബ്രിറ്റി എന്ന് നമുക്ക് കേരളത്തിൽ എവിടെയുണ്ട് കാണാൻ? അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ ഇത്രമാത്രം ചാരിറ്റി ഒരിക്കലും, എവിടെ വേദനിക്കുന്നവനുണ്ടോ അവിടെ അദ്ദേഹം ഓടിയെത്തും. ഇത്തരം ഒരാളെ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം ഒരാൾ MP ആയിട്ട് പോയാൽ എന്തായിരിക്കും നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രയോജനമെന്ന് തൃശ്ശൂർക്കാർ ആലോചിക്കണം. ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വോട്ട് അവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയുടെ മറ്റ് പ്രവർത്തനങ്ങളെപ്പറ്റിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ പറഞ്ഞാലും തീരാത്ത പോലുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്. അദ്ദേഹം അതെല്ലാവരോടും പറയുന്നില്ല, പത്രക്കാരും എടുത്തെഴുതുന്നുമില്ല, അദ്ദേഹത്തോട്ട് പറഞ്ഞിട്ടുമില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട ചില പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും തിരഞ്ഞാൽ കണ്ടുപിടിക്കാനാകത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ കുരുന്നിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ വഴിയാണ് അദ്ദേഹം ചാരിറ്റികൾ ചെയ്യുന്നത്. മകളുടെ കല്യാണത്തിന് ആവശ്യത്തിന് പോലും പൈസ തികഞ്ഞില്ലെന്നാണ് പറയുന്നത്. ആ പൈസ പോലും എടുത്ത് അദ്ദേഹം ചാരിറ്റി ചെയ്തു. KG പ്രസാദ് എന്ന് പറയുന്ന കടം കയറി ആത്മഹത്യ ചെയ്ത ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം, പ്രസാദിൻ്റെ കടങ്ങളൊക്കെ വീട്ടുകയും ചെയ്തു. അദ്ദേഹം കല്യാണമൊക്കെ നടത്താൻ ചൊരുവിച്ച് വെച്ചിരിക്കുന്ന പൈസ പോലും ചാരിറ്റിക്ക് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഇത്ര വലിയ മഹാനായ ഒരു മനുഷ്യൻ. അത്തരം ഒരാളെ നമുക്ക് കണ്ടുകിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, സിനിമയിലെ വില്ലനായിട്ടും നായകനായിട്ടും പ്രതിനായകനായിട്ടും ഒക്കെ അഭിനയിച്ച രതീഷ് അകാലത്തിൽ പൊലിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിന് 1-2 മക്കൾ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പോകുമ്പം ആ വീട് ഉൾപ്പെടെ ജപ്തിയുടെ അവസ്ഥയിലായിരുന്നു. പൈസ ബാക്കിയില്ല, മുന്നോട്ട് ജീവിക്കാൻ മാർഗമില്ല. വഴിയാധാരമായി പോകാവുന്ന ആ കുടുംബത്തെ അദ്ദേഹം ഏറ്റെടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് വീട് വെച്ച് കൊടുത്തു. അല്ലെ അവരുടെ വീടിൻ്റെ ജപ്തിയെല്ലാം മാറ്റി അവരുടെ രതീഷിൻ്റെ മകളെ, സ്വന്തം മകളെ പോലെ സ്വർണ്ണമൊക്കെ കൊടുത്ത് അദ്ദേഹം എല്ലാ ചുമതലയും ഏറ്റെടുത്ത് രതീഷിൻ്റെ മകളെ വിവാഹം കഴിച്ചയച്ചു എന്ന് പറയുന്നതും ഒരു ചെറിയ കാര്യമാണ്.
ഇതുപോലെ എത്രയെത്ര. അതേപോലെ തന്നെ പിന്നീട് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, പിന്നെ പത്രത്തിലും അല്ലാതെയൊക്കെ ഞാൻ വായിച്ചിരുന്നു. ഞാൻ ആ മഹത് വ്യക്തിയുടെ ആ മഹിളയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു അധ്യാപികയാണെന്ന് തോന്നുന്നു, ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അട്ടപ്പാടി ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതേ ആയിരിക്കണം. അട്ടപ്പാടിയിലും പാലക്കാട്ടും ഒക്കെയുള്ള ആദിവാസി ഊരുകളിൽ അവഗണിക്കപ്പെട്ട ആദിവാസി സമൂഹം പറയുമ്പം പിന്നെ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും തയ്യാറാണ്. അവരുടെ പേരിൽ വലിയ വലിയ ഫണ്ടുകൾ മാറ്റിവെക്കും, പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കത്തില്ല എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. ഞാനൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നില്ല, എനിക്കറിയാം അവർക്കൊക്കെ കൊടുക്കുന്ന പൈസ തീരെ കുറവ്. പൈസ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കും. അവർ അത്രയും സമൂഹത്തിൻ്റെ പിന്നിലായിപ്പോയി. അവരെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. സർക്കാരിൻ്റെ ചുമതലയാണത്. അപ്പോൾ അട്ടപ്പാടിയിലെയും പാലക്കാട്ടെയും ഒക്കെ ആദിവാസി ഊരുകളിൽ അവശ്യ വസ്തുക്കളോ അവശ്യ സാധനങ്ങളോ ശുചിമുറികളോ ഒന്നുമില്ലാതിരുന്നിടത്ത് അനേകം ശുചിമുറികളൊക്കെ പണിഞ്ഞ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുകയും വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും ആ മഹിള അവിടെ പാലക്കാട് അട്ടപ്പാടിയിലാണെന്ന് തോന്നുന്നു ഒരു സ്കൂൾ നടത്തി. ഇപ്പം നല്ല രീതിയിൽ ആദിവാസി കുട്ടികൾ അവിടെ വന്ന് പഠിച്ച് മിടുമിടുക്കന്മാരായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരുക്കിയിട്ടുള്ള ഒരു സ്കൂള്. ഞാനിപ്പോൾ ആ ലേഡിയുടെ പേര് ഓർക്കുന്നില്ല. അപ്പോൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ ആ മഹതി പിന്നെ സഹായം അഭ്യർത്ഥിക്കുകയും അതിനു മുമ്പേ തന്നെ സുരേഷ് ഗോപി ആ വ്യക്തിയെ ആ സ്ഥലത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും അവരെ എല്ലാ പ്രശ്നങ്ങളും കുടുംബമൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ പോയി അവിടുത്തെ ഒരാളായി മാറി അവിടുത്തെ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള റെസിഡൻസ് സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ക്ലാസ് മുറികളെല്ലാം അടിപൊളിയാക്കി. സുരേഷ് ഗോപിയുടെ നല്ല സഹായം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആരെങ്കിലും ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. സുരേഷ് ഗോപി ഇപ്പം പിന്നെ മത്സരിക്കാൻ പോയപ്പോൾ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു. തൃശ്ശൂർ കൊടുക്കത്തില്ല എന്ത് വന്നാലും എന്നും പറഞ്ഞ് ഒരു കൂട്ടർ അങ്ങ് അവരിങ്ങനെ ഇങ്ങനെ എങ്ങനെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാം. ഞാൻ ഓർക്കുന്ന ഒരു നല്ല വ്യക്തി ഏത് രാഷ്ട്രീയക്കാരനുമാട്ടെ അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കട്ടെ. ഇതിനു മുമ്പ് എത്രയോ പേര് പോയി അവരെ തന്നെ പിന്നെ കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനമില്ല. പാർലമെൻറ്റിൽ ഇരുന്നിട്ട് തിരിച്ചു വരണം. ഇതാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? എനിക്ക് വളരെ പ്രചോദനമാണ് ഈ കമൻസൊക്കെ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആളുകളെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, അത് നെഗറ്റീവായിട്ട് എടുത്താലും പോസിറ്റീവായിട്ട് എടുത്താലും ഈ തള്ളയ്ക്ക് വേറൊരു പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോദിച്ചോട്ടെ. എൻ്റെ കർത്തവ്യം നമുക്ക് ആകുന്നത്രേ കാലം നമ്മൾ എന്തെങ്കിലും ജോലി ആവുക. ഞാൻ ജോലി ചെയ്യേണ്ട സമയത്ത് ഞാൻ ജോലി ചെയ്തു. ഇപ്പോഴും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ജോലിയുടെ ഭാഗമായത് എനിക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്, എനിക്കൊരു കടമയുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റേതും മറ്റുള്ളവരുടെയും മക്കൾക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യം നിലനിൽക്കണം. നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടാവണം. നമ്മുടെ പാർലമെൻറ്റിലേക്ക് പോകുന്ന അംഗങ്ങൾ തിരിച്ച് നമ്മുടെ നാടിന് വികസനം കൊണ്ടുവരണം. അതുപോലെ നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഓടിച്ചെന്നവരെ സമീപിക്കാനും അവരതിന് പരിഹാരം കാണാനും തയ്യാറാവണം. അല്ലാതെ നമുക്ക് അവരെ എത്തിപ്പിടിക്കാൻ വയ്യാത്ത ദൂരത്തിലുള്ള എം പിമാരാക്കി വിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു 5-6 പേര് 10 പേര് ഇടവും വലവും പുറകിലും മുന്നിലുമായിട്ട് ഇങ്ങനെ അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പം പാവങ്ങളായിട്ടുള്ള ഈ വോട്ട് ചെയ്തവരൊക്കെ വെറുതെ ഇങ്ങനെ വഴി നോക്കിയിരിക്കത്തേ ഉള്ളൂ. ആ അവസ്ഥ മാറണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവർ നമ്മുടെ സേവകരാണ്, നമ്മുടെ രാജാക്കന്മാരല്ല ആരും. അവരെല്ലാം നമ്മുടെ സേവകരാണ്, നമ്മളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു മനോഭാവം പോകുന്ന അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഉചിതമായ രീതിയിൽ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പറഞ്ഞു വന്നത് തൃശ്ശൂരിനെ പറ്റി ഇനി പറയുകയാണെങ്കിൽ, തൃശ്ശൂർ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. എല്ലാവർക്കും അറിയാം. കലയുടെയും ഉത്സവങ്ങളുടെയും അതുപോലെ പൂരത്തിൻ്റെയും എല്ലാം സെൻ്ററായിട്ടുള്ള കലാകാരന്മാർ, കഥാകാരന്മാർ എല്ലാം ഒക്കെ ഉള്ള അവരെയൊക്കെ എത്രയോ പേര് തൃശ്ശൂരിൽ ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ മഹാന്മാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെല്ലാമുള്ള ഈ കലയ്ക്കും സാഹിത്യത്തിനും ഉത്സവങ്ങൾക്കും അതുപോലെ കുടിൽ വ്യവസായങ്ങൾക്കും പുസ്തകവും ബുക്കും അത് പേനയും പെൻസിലും ഒക്കെ ബാഗും ഒക്കെ നിർമ്മിക്കുന്ന കുന്നംകുളം എന്ന് പറയുന്ന തൃശ്ശൂരിനടുത്തുള്ള ഒരു സ്ഥലം. അവിടെയാണ് പുസ്തകവും ബാഗും കുടയും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുടിൽ വ്യവസായത്തിൻ്റെ ആയാലും സ്വർണ്ണക്കടകളാണെങ്കിലും അല്ലാത്ത കടകളാണെങ്കിലും കച്ചവടത്തിൻ്റെ ആയാലും
തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർന്ന ഒരു നിലവാരം പുലർത്തുന്ന ഒരു ജില്ലയാണ്. പോകും, ഞാൻ ഗുരുവായൂർ പോകുന്ന വഴി പോകും, അല്ലാതെ തൃശ്ശൂരെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ആ വഴിയൊക്കെ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആ വഴി കൂടെ എല്ലാം ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഒരു നിശ്ചയവും ഇല്ല ഒന്നിനും, എങ്ങോട്ട് പോകണം. പിന്നെ പൂരത്തിൻ്റെ വടക്കുന്നാഥൻ്റെ ചുറ്റും കൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നാഷണൽ ഹൈവേ കയറാൻ ദിശാ ബോർഡ് പോലും ഇല്ല. വഴികളൊക്കെ തീരെ ഇടുങ്ങിയത്. നമ്മളൊരു കാറയിലെങ്ങാനും ചെന്ന് പോയാൽ പെട്ടുപോകും. യാതൊരു പുരോഗതിയും ഇല്ലാതെയാണ് ഒരു 10 വർഷമായിട്ട് ഞാനിത് 10 വർഷമായിട്ട് കൂടുതലായിട്ട് 10 വർഷമായി കാണത്തുള്ളൂ ഞാൻ തൃശ്ശൂരുമായി ഗുരുവായൂരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതുവഴി പാലക്കാട് കോഴിക്കോട് പാലക്കാട് ഒക്കെ ഇങ്ങനെ കാറിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ തൃശ്ശൂരിലെ അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. എങ്കിലും തൃശ്ശൂർ ടൗണിൽ ഇറങ്ങിയിട്ടുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് ആ തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ ചുറ്റുവട്ടമായിട്ടുള്ള ആ റൗണ്ട് അവിടെ അതിൻ്റെ സ്ഥിതി എന്തുവാ. പിന്നെ അതുപോലെ തൃശ്ശൂർ ടൗണിൽ ബസ്സിൽ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളതിലങ്ങ് ഇരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അവർ കൊണ്ടെത്തിക്കും. നമുക്ക് ഒരു പിടിയും കിട്ടാത്ത പോലെ യാതൊരു വികസനവും ഇല്ലാത്ത രീതിയിൽ തൃശ്ശൂർ എങ്ങനെ ആവേണ്ടതാണ്. എത്ര പ്രാവശ്യം എത്ര എം പിമാർ പോയി, 70 വർഷത്തോളം ആയില്ലേ. എന്നിട്ട് ഈ എം പിമാർ പോട്ടെ, കഴിഞ്ഞത് മാത്രം നമ്മളങ്ങോട്ട് ചിന്തിച്ചാൽ മതി. കേമമായിട്ട് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് ജയിച്ചൊക്കെ പോയല്ലോ. എന്നിട്ട് തിരിച്ച് തൃശ്ശൂരിന് അവരെന്തുകൊണ്ട് കൊടുത്തു? തൃശ്ശൂർ നഗരം വികസിച്ചു, ബാക്കി ആളുകൾക്ക് കൊടുത്തതും കൊടുക്കാത്തതും ഒക്കെ പോട്ടെ, അതൊന്നും നോക്കണ്ട, വട്ടപൂജ്യമാണ്. ആരെയും സഹായിച്ച ഒരു കാര്യം പോലും ഒരു വാർത്ത പോലും എങ്ങും കണ്ടിട്ടില്ല. പോട്ടെ, ഇവർ പാർലമെൻറ്റിൽ പോയിരുന്നു, വാ പൊളിച്ച് എന്തെങ്കിലും കാര്യം കേരളത്തിന് വേണ്ടി ഇവർ പറഞ്ഞോ, തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞോ, എന്തെങ്കിലും പ്രോജക്റ്റ് വെച്ചോ, എന്തെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോ, എന്തെങ്കിലും വേണമെന്നാവശ്യപ്പെട്ടോ? ഒന്നുമില്ല. ചുമ്മാ അതവിടെ പോയിരുന്ന്. ഇനി ഇംഗ്ലീഷ് ഭാഷ ശരിക്കും പറയാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവിടെ തർജ്ജമ ചെയ്യപ്പെടും. ഒന്നുമില്ല, എഴുതി ഇംഗ്ലീഷിൽ കൊണ്ടുവന്ന് വായിക്കാമല്ലോ. അത് സ്വാഭാവികം, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, പലരും എഴുതിക്കൊണ്ട് തപ്പി 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 വായിക്കുന്ന പറയുന്ന മലയാളത്തിൽ പോലും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാതെ ഇങ്ങനെ നോക്കി പിന്നെയും പറഞ്ഞു, പിന്നെയും ഒന്ന് നോക്കി, പിന്നെയും ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനല്ലേ ഇവിടെ പലരും പറയുന്നത്, അല്ലാതെ വാതോരാതെ പ്രസംഗിക്കുന്നവരും ഉണ്ട്. ആ പ്രസംഗത്തിലൊന്നും കാര്യമില്ല, പ്രവൃത്തിയിലാണ് കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുള്ള എം പിമാർ തൃശ്ശൂരിന് വേണ്ടി, തൃശ്ശൂരിനെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്, തലസ്ഥാന നഗരി. അതുപോലെ ഉയരേണ്ട എന്നറിയപ്പെടേണ്ട, അതിനേക്കാൾ ഉയരേണ്ട, കൊച്ചി പോലെ ഉയരേണ്ട ഒരു വളരെ വികസിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇപ്പോഴതിങ്ങനെ മന്ദഗതി ചത്ത് കിടക്കുക തൃശ്ശൂരിൽ. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല, പണ്ടുള്ളതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ചോദിക്കും ചിലർ, പിന്നെ ഇതെല്ലാം നിങ്ങളാണോ ഇപ്പോൾ കൊണ്ടുവന്നത്? ഇതിനു മുമ്പേ ഇതെല്ലാം ഉണ്ടായിരുന്നു, അത്രയും മതിയോ? അവിടെ നിൽക്കുക, ഒന്നും മാറത്തില്ല, മാറ്റാൻ ആഗ്രഹമില്ല. അഥവാ മാറുന്നതെല്ലാം അഴിമതി മുങ്ങുകയുമായിരിക്കും. 5 വർഷം അവിടെ പോയിരുന്ന് പാർട്ടിയിൽ സ്ട്രോങ് ആവുക, പാർട്ടി ശക്തിപ്പെടുക, അതാണ് പാർട്ടിക്കാർക്ക് അത് മതി, പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കും അത് മതി. അപ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാകണം. നമുക്ക് തൃശ്ശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം. അദ്ദേഹം ചെയ്ത ചാരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇതേ ഉള്ളൂ. അദ്ദേഹം ഇന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് മുമ്പ്, രാജ്യസഭാംഗമാകുന്നതിനൊക്കെ മുന്നേ, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, ഞാനന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ എയ്ഡ്സിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയും, പിന്നെ ഒരു വീട്ടിൽ ആർക്കെങ്കിലും അറിഞ്ഞോ അറിയാതോ എയ്ഡ്സ് രക്തം കൊടുത്തതിലോ അല്ലാതെയോ എങ്ങനെയെങ്കിലും പകർന്നു എങ്കിൽ ആ വീട്ടിലെ എല്ലാവർക്കും മിക്കവാറും അത് വരാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ പിടിപെടും, പകരുമായിരുന്നു. ഇപ്പോൾ ഏതായാലും ആ രോഗം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി എന്ന് നമുക്ക് ആശ്വസിക്കാം. അതിന് ട്രീറ്റ്മെൻറ്റും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എയ്ഡ്സ് ബാധിതരായിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല, സമൂഹത്തിൽ കയറ്റത്തില്ല, അയൽവക്കത്തുകാരും മിണ്ടത്തില്ല, കടയിൽ നിന്ന് സാധനം കൊടുക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ഏത് സെലിബ്രിറ്റി, ഇപ്പം നമ്മൾ ഒരുപാട് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് നടന്മാരും ഉണ്ട്, നടിമാരും ഉണ്ട്, ഒക്കെ ഉണ്ട്. പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമവുമില്ല, ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേലേ അവരിൽ ഒരൊറ്റയാളെ ഉള്ളായിരുന്നു, ഒരു സുരേഷ് ഗോപിയെ ഉള്ളായിരുന്നു. അവരുടെ വീട്ടിൽ പോകാനും ആ കുഞ്ഞുങ്ങളെ 2 കൈയിലും എടുത്ത് തോളെ വെച്ചിട്ട് നാട്ടുകാരെ കാണിക്കാൻ, ദേ ഞാൻ എടുത്തിരിക്കുന്നു, ഒരു കുഴപ്പം എനിക്ക് പകരത്തില്ല,
ഞാൻ സ്പർശിച്ചെന്ന് വിചാരിച്ച് എയ്ഡ്സ് പകരത്തില്ല എന്ന് സമൂഹത്തെ, ലോകത്തെ കാണിച്ചു കൊടുത്ത നമ്മുടെ കേരളത്തിലെ, നല്ല ഇന്ത്യയിലെ തന്നെ ഏക വ്യക്തി, ഇത്രയും നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്തിനാ ഇടിച്ച് താഴ്ത്തും? പിന്നെ മനുഷ്യരാകുമ്പം അദ്ദേഹം പറയുന്നതിലെ നാക്ക് പിഴവ് കൊണ്ടോ വല്ലതും പറഞ്ഞെന്ന് വരും. നമ്മൾ ഒരുപാട് കാര്യം, നമ്മളെല്ലാവരും അങ്ങനെ പറയുന്നതിലൊക്കെ, ഞാൻ തന്നെ പറഞ്ഞ കാര്യത്തിലൊക്കെ എന്തെല്ലാം തെറ്റ് ചിലപ്പോൾ കാണും. അതൊക്കെ നമ്മളാരും ഇങ്ങനെ അച്ചടി ഭാഷയിൽ എഴുതി വെച്ച് നമുക്ക് വായിച്ച് പറയാനൊക്കത്തില്ല. അത് അച്ചടി ഭാഷയൊക്കെ നമുക്ക് പറ്റുന്നതല്ല. അതൊക്കെ വലിയ വലിയ ആളുകൾക്ക്, സെക്രട്ടറിമാർ, PA എഴുതി കൊടുത്തിട്ട് അവരത് നോക്കി വായിക്കുമ്പം തെറ്റൊന്നും വരത്തില്ല. അവരുടെ ആശയങ്ങളല്ല അവർ പറയുന്നത്. അപ്പം അതുപോലെയുള്ള ചില പിഴവുകളോ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളോ ഉണ്ടാകുമായിരിക്കും. അതല്ലാതെ സുരേഷ് ഗോപി എന്ന വ്യക്തി കറപുരളാത്ത ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത കഥ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയം മറന്ന് എല്ലാവരും, തൃശ്ശൂർക്കാർ ഈ വീഡിയോ കാണുമോ ഇല്ലയോ എനിക്കറിയത്തില്ല, ആരെങ്കിലും നമ്മുടെ നാട്ടുകാർ കാണുവാണെങ്കിൽ അങ്ങോട്ടുകൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ആളാണ് എന്നൊക്കെ പലരും ധരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരുന്നോട്ടെ. അവരവരുടെ അറിവ് വെച്ച് അവർ മറ്റുള്ളവരെയും വിലയിരുത്തുവാണെന്ന് ഞാൻ കരുതി സമാധാനിക്കുന്നു. എനിക്കതിലൊരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ആയിരക്കണക്കിന് ജനങ്ങളെ കണ്ടതാണ്, കുട്ടികളെ കണ്ടതാണ്, അമ്മമാരെ കണ്ടതാണ്, അവരുടെ പേരൻസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ ഓരോ സ്പന്ദനം അറിയാവുന്ന ഒരു അധ്യാപികയായിരുന്നു ഞാൻ. പിന്നെ സമൂഹത്തിൽ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. അതോട് നമുക്ക് എല്ലാ വ്യക്തിക്കും ഒരു പ്രതിബദ്ധതയുണ്ട്. ആ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഭാരത പൗരൻ എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഞാൻ ഈ പറയുന്നതിലൊക്കെ ചിലപ്പം ചില പിഴവുകളൊക്കെ വരാം, അത് നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ആശയം ഒന്നേ ഉള്ളൂ. അഴിമതി ഇല്ലാത്ത, കറപുരളാത്ത, നാടിന് വികസനം കൊണ്ടുവരുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും എല്ലാവരും ജയിപ്പിക്കണം. അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും വോട്ടും വേണം. പിന്നെ അതുപോലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആരാണോ നമ്മുടെ നാടിന് നന്മ ചെയ്തത് അവരെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അല്ലെങ്കിൽ ആരാണോ നമ്മൾക്ക് വികസനം കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ആരും ഏൽപ്പിച്ചിട്ടല്ല ഞാൻ ഈ ജോലി ഏറ്റെടുത്ത് പറയുന്നത്. എൻ്റെ സ്വമേധയാ തോന്നിയ കാര്യങ്ങളാണ്, ഞാൻ കണ്ട കാര്യങ്ങളാണ്, കേട്ട കാര്യങ്ങളാണ്, വായിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്ന റിക്വസ്റ്റോടുകൂടി വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു.